മാഡം. മന്ദാകിനി സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റിലേക്ക് പോയതല്ലേ? സാധനങ്ങളൊന്നും വാങ്ങിയില്ലേ? ഇതെന്താ? സഞ്ചി. ഇതെന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? സാധനങ്ങൾ വാങ്ങേണ്ട സ്ഥലം മാർക്കറ്റ്, എന്റെ ഓഫീസിലല്ല. ഈ ഹോസ്റ്റലിലേക്ക് നക്കാപ്പിച്ച സാധനങ്ങൾ വാങ്ങാൻ എനിക്ക് പറ്റില്ല. പിന്നെ ആര് വാങ്ങും? പുറത്തൊരുത്തി കാറ്റും കൊണ്ട് ഫോണിൽ നോക്കി രസിച്ചിരിക്കുന്നുണ്ടല്ലോ, അമ്പിളി. അവൾക്കും പോയി വാങ്ങാലോ. അമ്പിളി സാധനങ്ങൾ വാങ്ങാൻ പോയാ സെക്യൂരിറ്റിയുടെ പണി മന്ദാകിനി ചെയ്യോ? എന്നാ പിന്നെ മന്ദാകിനി ചെന്ന് സെക്യൂരിറ്റിയുടെ പണി നോക്ക്. ഞാൻ അമ്പിളിയെ മാർക്കറ്റിലേക്ക് വിടാം. ഇവിടത്തെ സെക്യൂരിറ്റി പണിക്ക് എന്നെ കിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ 3-4 റോഡ് വീലർ ഡോഗ്സിന് വാങ്ങുന്നുണ്ട്. അതിലൊരെണ്ണത്തിന് വിട്ടുതരാം സെക്യൂരിറ്റി ആയിട്ട്. മന്ദാകിനി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മാഡം, ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ ജോലിക്കാരിയായിരുന്നു. ഇനി മുതൽ എന്നെ അങ്ങനെ കാണരുത്. അമ്മാതിരി ഭരണമൊന്നും എന്നോടിനി വേണ്ട. ദേ, ഇവളോട് മതി. മന്ദാകിനിക്ക് മാർക്കറ്റിൽ പോകാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ? അതിന് ഇത്രയും പറയണോ? മാർക്കറ്റിൽ പോകാൻ പറഞ്ഞപ്പോ തലയും കുലുക്കി ബാഗും എടുത്ത് ഇറങ്ങിയതാണല്ലോ. പിന്നെ ഇപ്പൊ എന്താ ഒരു മനമാറ്റം? നിങ്ങളത് എന്നോട് പറഞ്ഞപ്പോ ഞാൻ നിങ്ങളുടെ ജോലിക്കാരിയായിരുന്നു. ഇപ്പോ ഞാൻ അതുക്കും മേലെയാ. പുറിഞ്ചിടിച്ചാ? നിങ്ങള് മന്ദാകിനെ പറ്റി എന്താ കരുതിയത്? റീനാമേ, നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. അയ്യോ, റീനാമയോ? അയ്യോ മാഡം, ഇതെന്തൊക്കെയാ പറയുന്നുണ്ടോ? ദേ, സൂക്ഷിച്ച് സംസാരിക്കണം. മാന്യമായി സംസാരിക്കേ. എന്തോ? എങ്ങനെ മാന്യമായി സംസാരിക്കാനോ? എന്നേക്കാൾ നിലയും വിലയും കുറഞ്ഞവരോട് ഞാൻ ഇങ്ങനെയേ സംസാരിക്കാറുള്ളൂ. അമ്പളി, നീ ഇവിടെ നിന്ന് എന്താടി കണ്ണും കയ്യും കാണിക്കുന്നത്? ഞാൻ മാഡത്തിനടുത്തൊരു കാര്യം ചോദിച്ചതാ. നീ വലിയ ആളാവാൻ നോക്കല്ലേ? ദേ, ഇനി മുതൽ ആളും തരവും നോക്കി എന്നോട് ഇടപെടണം. അല്ലെങ്കിൽ നിന്നെ മൊത്തത്തിൽ ഞാനങ്ങ് വിലക്കെടുക്കും. മന്ദാകിനി കിച്ചണിലേക്ക് ചെല്ല്. സാധനങ്ങൾ ഞാൻ ഡ്രൈവറെ വിട്ട് വാങ്ങിച്ചോളാം. ചെല്ല്, കിച്ചണിൽ പോയി പണിയെടുക്ക്. നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ കിച്ചണിൽ പോയി പണിയെടുക്കാനോ? ദേ, നിങ്ങൾ പറയുന്ന ജോലി ചെയ്യാൻ നിങ്ങളുടെ വേലക്കാരിയൊന്നല്ല ഞാൻ, അതോർത്തോ. മന്ദാകിനി. മന്ദാകിനി തന്നെയാ പറയണത്. ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ അടിമപ്പണി ചെയ്തു. ഇനി ആ പണിക്ക് നിങ്ങൾ വേറെ ആളെ നോക്കേണ്ടി വരും. എന്നെ അതിന് കിട്ടില്ല റീനാമേ. നിന്റെ തലയ്ക്ക് സുഖമില്ലെങ്കിൽ ചികിത്സിക്കണം. ഇവിടെ നിന്ന് അനാവശ്യം പറയരുത്. പറഞ്ഞ വിവരം അറിയും. നിങ്ങൾ എന്നെ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യില്ല. നിങ്ങളുടെ ഈ വിരട്ടലൊക്കെ ദേ ഇവളോട് മതി. മന്ദാകിനി, നീ കുറച്ച് കൺട്രോൾ ചെയ്ത് സംസാരിക്ക. ആരോട് എന്താ സംസാരിക്കേണ്ടെന്ന് പോലും നിനക്ക് അറിയില്ലല്ലേ? നീ മിണ്ടരുത്. നിനക്കുള്ള പണിയെ ഞാൻ വേറെ തരുന്നുണ്ട്. ഞാൻ രാജയോഗത്തിൽ വിലസുമ്പോ നിനക്കിവിടെ ഈ റീനാമയുടെ അടിമപ്പണി ചെയ്യാനാടി വിധി. എന്നെ പോലെ ഇങ്ങനെ സംസാരിക്കാനും ഒരു യോഗം വേണോടി. അതാടി ഗജരാജയോഗം. എനിക്കാ യോഗമുണ്ട്. നിനക്കേ ഏതോ പെരിച്ചാഴിയുടെ യോഗ. ഇവിടെ വന്ന് നിന്ന് വലിയ ഷോ കാണിക്കരുത്. വലിയ ഷോ കാണിച്ചാലുണ്ടല്ലോ. നിങ്ങൾ എന്നെ എന്തോ ചെയ്യും. എന്നാ ചെയ്യേ. എന്നെ ജോലിന്ന് പിരിച്ചുവിടോ? എന്നാ എന്നെ പിരിച്ചുവിട്. കുറെ നാളായിട്ട് എന്നെ പറഞ്ഞു വിടുന്ന നിങ്ങൾ പറയുന്നുണ്ടല്ലോ. എനിക്കിവിടത്തെ ജോലിയെ പുല്ല, വെറും പോച്ച. ഗെറ്റ് ഔട്ട്. ഇറങ്ങിപ്പോകാൻ. റീനാമേ, മന്ദാകിനി ആരാന്ന് നിങ്ങൾ അറിയാൻ പോകുന്നേ ഉള്ളൂ.